വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ അമ്മയും സഹോദരരും അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും. ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. യേശു തന്റെ പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന മൂല്യബോധം. യേശു കഫർനാമിലെ താൻ വസിച്ചിരുന്ന വസതിയിൽ വെച്ചായിരിക്കണം ഒരു പറ്റം ജനങ്ങളോട് ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ വിവരണമനുസരിച്ച് യേശു ഒരു ദുർമന്ത്രവാദിയാണെന്നും പിശാചിന്റെ തലവനായ ബെൽസെബൂബിന്റെ പ്രവർത്തനത്താലാണ് യേശു സമൂഹത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും മറ്റുമുള്ള ദൂഷണങ്ങള്, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ യേശുവിനെതിരായിട്ട് സമൂഹത്തിൽ പരത്താൻ ഫരീസയരും നിയമപണ്ഡിതന്മാരും ശ്രമിച്ചിരുന്ന കാലം. എന്നല്ല, യേശുവിന്റെ സമതല തന്നെ തെറ്റി എന്ന ഒരു വാർത്തയും സമൂഹത്തിൽ പരക്കാനിടവന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലും കൂടെയാകണം യേശുവിന്റെ അമ്മയും ബന്ധുക്കളായിട്ടുള്ള സഹോദരന്മാരും കൂടെ യേശുവിനെ അന്വേഷിച്ച് അവിടെ വരുന്നത്. സ്വാഭാവികമായിട്ടും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും യേശുവിനെ അന്വേഷിച്ചു വന്നത് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ വിവരമറിയിക്കുന്നു. യേശു ഉടനെ തന്നെ താൻ ഏർപ്പെട്ടിരുന്ന ആ സംഭാഷണത്തിൽ നിന്ന് തീർത്തും വിരമിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ പക്കലേക്ക് പോകുന്നതായിട്ടല്ല നാം കാണുന്നത്. അതിനു പകരം യേശു നിത്യസനാതനമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അവിടെ കൂടിയിരുന്നവരെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ മാറ്റുകയാണ്. യേശു അവരോടായിട്ട് പറയുന്നു, ജീവിതത്തിൽ കാര്യമായിട്ട് ഗണിക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇടവരികയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ അനുവർത്തിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരൊക്കെ എന്റെ സഹോദരന്മാരാണ്, എന്റെ അമ്മയാണ്, എന്റെ ബന്ധുജനങ്ങളാണ്. അവരാണ് ഞാനായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് ജീവിതത്തിന്റെ ചില മുൻഗണനകൾ എന്തായിരിക്കണമെന്ന് യേശു അവരെ പഠിപ്പിക്കാനുള്ളൊരു അവസരമായിട്ടത് മാറ്റുകയാണ്. രക്തബന്ധങ്ങള് കാര്യപ്പെട്ടത് തന്നെ, എന്നാൽ രക്തബന്ധത്തിനേക്കാൾ പ്രാധാന്യമേറിയതാണ് ദൈവിക ബന്ധങ്ങളും ആത്മീയ ബന്ധങ്ങളും എന്ന് യേശു അവരെ ഓർമ്മപ്പെടുത്തുന്നു. യേശു തുടർന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ, നിങ്ങൾ ഒരിക്കലും ദുരാരോപണങ്ങളുടെ വലയിൽപ്പെട്ട് നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയുടെ സ്വരത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ ഇടവരുന്നവരാകരുത്. കാരണം ഈ തരത്തിലുള്ള ദുർവാർത്തകൾ തന്നെ പറ്റി സമൂഹത്തിൽ വരുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന് വളരെ ഹൃദയവേദന ഉണ്ടാക്കിയതായിട്ടാണ് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകണം യേശു ആ ജനങ്ങളോടായിട്ട് പറയാനിടവന്നത്, മനുഷ്യകുലത്തിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടാം, എന്നാൽ അരൂപിക്കെതിരായിട്ടുള്ള പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടാൻ ഇടവരികയില്ല എന്ന് പറയുന്നു. സ്വന്തം മനസാക്ഷിയുടെ നിലപാടിനെതിരായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വർദ്ധിക്കാനിടവന്നാൽ നിങ്ങളുടെ ജീവിതത്തിനത് ദുരന്തപൂർണമായിട്ട് തീരാനേ പോകുകയുള്ളൂ എന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ യേശുവിന്റെ മൂല്യബോധം സാധാരണ മനുഷ്യരുടെ ഇടയിൽ വ്യക്തമാക്കപ്പെടുന്ന അപൂർവമായിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ നമുക്ക് കരുതുന്നതിൽ തെറ്റില്ല.